നമസ്കാരം. ഒരുപാട് വെല്ലുവിളികൾ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ബി.ജെ.പി ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് ബി.ജെ.പിക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും. 101% ഉറപ്പാണ്. പാലക്കാട് ബി.ജെ.പി ജയിക്കും, ബി.ജെ.പിയെ ജയിക്കൂ. അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഒരു വർഗവഞ്ചകൻ എന്നുള്ള പേരിൽ സന്ദീപ് വാര്യർ അറിയപ്പെടാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിലുണ്ടോ? സന്ദീപ് വാര്യരെ പോലെയുള്ള ചതിയൻ ചന്തുമാർക്കുള്ള മറുപടിയും കൂടിയായിരിക്കും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ്. ഇതുപോലെയുള്ള ചതിയൻ ചന്തുമാരെ സംഘടനയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. അത് പ്രവർത്തകർ ആ കൈകാര്യം ചെയ്തുകൊള്ളും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ ബി.ജെ.പി അവസാന നിമിഷം ഈ ഒരു പോരാട്ടത്തിൽ അടിപതർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് CPM ഓട്ടുമറിച്ചതാണെന്നുള്ളൊരു വിഷയത്തെ പറ്റി വ്യാപകമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വീണ്ടും ഒരു പരാജയം എന്നുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലുമില്ല. CPM ഓട്ടുമറിച്ചാലും ഇല്ലെങ്കിലും അതിനെ കവർ ചെയ്തുകൊണ്ട് ബി.ജെ.പി ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ നടപ്പിലാക്കിയത് കാരണം വിജയം സുനിശ്ചിതമാണ്. അതിൽ ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായിട്ടില്ല. ഇപ്പോൾ LDF-നെയും UDF-നെയും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുഴുവൻ സംഘടനകളെയും വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥ എന്താണ് അദ്ദേഹത്തിന്റെ ഈ ഒരു രാഷ്ട്രീയം ഇത്രയും കാലം അദ്ദേഹം എന്താണ് മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്? അദ്ദേഹം രാഷ്ട്രീയ ആദർശത്തിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു ഒന്നാന്തരം ഡിബേറ്ററാണ്. അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ. രാഷ്ട്രീയം ഒരു ബിസിനസ് മാത്രമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അത് കസാരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അധികാര മോഹി മാത്രമാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. തീർച്ചയായും അതിവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരു ദിവസം കൊണ്ട് നരേന്ദ്രമോദിജിയും ഹൈന്ദവ ദർശനങ്ങളും ഹിന്ദുത്വവും പുച്ഛിച്ചു തള്ളാൻ സന്ദീപ് വാര്യരെ പോലുള്ള ചതിയൻ ചന്തുമാർക്കേ പറ്റുകയുള്ളൂ. നരേന്ദ്രമോദി ഒരു വർഗീയവാദിയാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം മോദിയോട് വലിയ രീതിയിൽ ഒരു സംഭവം പറഞ്ഞിരുന്നതാണ്. മോദി വലിയൊരു പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഭാരതം കണ്ട ഏറ്റവും വലിയ പ്രധാനമന്ത്രിയാന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു നിമിഷം രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ നമുക്ക് ഏത് തരത്തിൽ കാണാൻ സാധിക്കും? ഇത് എല്ലാ പ്രവർത്തകർക്കും എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയത്തെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന എല്ലാവർക്കും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒറ്റുകാരന്റെ യഥാർത്ഥ മുഖം പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയി ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടി മാറി മണിക്കൂറുകൾക്കുള്ളിൽ പാണക്കാട് തങ്ങൾക്ക് ഒപ്പമിരുന്ന് ചായ കുടിക്കുന്ന സന്ദീപ് വാര്യർ അതിവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അത് സംഘടനാ പ്രവർത്തകരും മറക്കുകയില്ല എന്ന് സന്ദീപ് വാര്യർക്കും നന്നായിട്ട് അറിയാം. സ്ഥാനമോഹം എന്നുള്ളതിനുപരിയായിട്ട് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഉണ്ടോ അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ? അദ്ദേഹം സ്ഥാനാർത്ഥിയായാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഗതി അതോ ഗതിയാണ്. അത് ചതിയന്മാർക്കും വഞ്ചകർക്കും കുലങ്കുത്തികൾക്കും കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയുണ്ട്. അത് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ പാലക്കാട് ബി.ജെ.പിയുടെ ഒരു നിലവിലെ സാഹചര്യം ജയം എന്നുള്ളൊരു വിഷയത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? ജയം എന്ന് പറയുന്നത് 100%, 200% ഉറപ്പാണ്. ഈ സന്ദീപ് വാര്യർ പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. എന്തായാലും സന്ദീപ് വാര്യർ കുറച്ച് നേരത്തെ തന്നെ പോകായിരുന്നു. ഇപ്പൊ പോയത് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ പ്രവർത്തകർക്കൊക്കെ ഒന്നും കൂടി ആവേശം കൂടി. ഞങ്ങൾക്ക് ജയിച്ചുള്ള ഒരു പുച്ഛം അത് കൂടിയിട്ടുണ്ടോ ഇപ്പൊ? ആർക്കാ? സന്ദീപ് വാര്യരോടുള്ള പ്രവർത്തകർ അയാളെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന ആളായതുകൊണ്ട് അയാളുടെ മേലെ കുറച്ച് നേരത്തേക്ക് ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോ വളരെ എത്രത്തോളം അയാൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞു അയാളുടെ കൂടെയൊക്കെ തോളിൽ കൈയിട്ടിരുന്ന് നടക്കുന്ന അവസ്ഥയായതുകൊണ്ട് നമുക്ക് വളരെ പുച്ഛമായിട്ട് അയാളെ തോന്നുന്നത്. പാണക്കാട് പോയിരിക്കുകയാണ് അദ്ദേഹം. പാണക്കാട് എങ്ങനെ കാണുന്നു ആ ഒരു വിഷയത്തെ? അതാണ് ഏറ്റവും വലിയ പുച്ഛമായി തോന്നുന്നത്. ഏറ്റവും വലിയ പുച്ഛമായിട്ട് തോന്നുന്നത് അവരെ തെറിയും വിളിക്കും. രണ്ടാഴ്ച മുമ്പ് വടക്കന്തറ അമ്പല ഗ്രൗണ്ടിൽ മറ്റുള്ള പാർട്ടികളുമായിട്ട് വേണ്ടാത്ത രീതിയിൽ ഒരുപാട് മറ്റുള്ള പാർട്ടികളെ സംസാരിച്ചിട്ട് ഇപ്പൊ അവരുടെ തോളിൽ തന്നെ കൈയിട്ട് നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതി. അയാൾ എത്രത്തോളം തരം താന്നു എന്നുള്ളത് ഇതിൽ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ചേട്ടാ, ബി.ജെ.പിയുടെ പാലക്കാട് മണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? സാധ്യതകളെന്ന് വെച്ചാൽ പ്രവർത്തനം അടിത്തട്ടിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത്
സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവരെല്ലാം നല്ലൊരു ശതമാനം പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് മേഖലയിലായാലും, അത് തൊഴിലാളി മേഖലയായാലും മറ്റുള്ള ഏത് മേഖലയായാലും അവരുടെ എല്ലാ പ്രവർത്തനം വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിജയം സുനിശ്ചിതം എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് എല്ലാ പ്രവർത്തകരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സന്ദീപ് വാര്യർ BJP യിൽ നിന്ന് വിട്ട് കോൺഗ്രസിൽ ചേർന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പാർട്ടി പ്രവേശനമായിരുന്നു. പാർട്ടിയിൽ പ്രവേശിക്കുക മാത്രമല്ല, അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇവിടെ പാലക്കാട് നഗരത്തിലൊരു റോഡ് ഷോ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ BJP ആസൂത്രണം ചെയ്ത് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇതൊരു ഭൂമി കുലുക്കമൊന്നല്ലല്ലോ ഒന്ന്. ഇതിപ്പോ ചുരൽമലയിലൊക്കെ ഇടിഞ്ഞു പോകണ പോലെ തീരാവുന്ന സംഭവം ഒന്നല്ല. അങ്ങനെ ഒരു സൈഡ് ഇടിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും ഭൂമിയായിട്ടല്ലേ, ഇത് ഭൂമിയാണ്. BJP എന്ന് പറയുന്നത് സംഘപരിവാർ എന്ന് പറയുന്ന ഭൂമിയാണ്. ഒരു സൈഡ് ഇടിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അത് വിഷയമൊന്നുമല്ല, അത് ഒരു തരത്തിലും ബാധിക്കില്ല. ഒരു തരത്തിലും ബാധിക്കില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും. സന്ദീപ് വാര്യർ ഇപ്പോൾ പാർട്ടി വിട്ട് പോയിരിക്കുകയാണ്. ഒരു സാധാരണ പ്രവർത്തനം എന്നുള്ള നിലയിൽ പാലക്കാട് BJP-യുടെ പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത് BJP ഏത് തരത്തിലും ബാധിക്കുമെന്ന് ചിന്തിക്കുന്നു? ഒരു തരത്തിലും ബാധിക്കില്ല. സന്ദീപ് വാര്യർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല, ഒരു പ്രവർത്തനം പോലും കൂടെ പോകില്ല, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് കഴിഞ്ഞ വട്ടം അവസാന നിമിഷം വിജയം തട്ടിയെടുക്കുന്ന തരത്തിലേക്കായിരുന്നു റിസൾട്ട് വന്നത്. ആ ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാവും? നമ്മൾ 10,000-കണക്ക് വോട്ടിന് വിജയിച്ചേ പറ്റൂ. ഇവിടെ വലിയ പ്രതീക്ഷയിലാണ്. നമസ്കാരം. വർഷങ്ങളായിട്ട് BJP-യുടെ പ്രവർത്തനത്തിൽ പാലക്കാടുള്ള ആളാണ്. അന്ന് പാലക്കാടിലെ എനിക്ക് 60 വയസ്സായി. ഇത്ര കാലം 8 വയസ്സ് RS-ൽ പോയ ആളാണ്. ഇപ്പോഴും BJP സംഘപ്രവർത്തകരുടെ കൂടെ ഞാൻ നിൽക്കുന്ന ആളാണ്. ഇത് കാരണം ഈ സന്ദീപ് വാര്യർ പോയതുകൊണ്ട് നമ്മുടെ BJP ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇത് പറയുകയാണെങ്കിൽ അയാൾ ഇവിടെ പാലക്കാട് ടൗണിൽ ഒരാൾക്കും അറിയില്ല. പാർട്ടിപരമായിട്ട് സന്ദീപ് വാര്യനെ അറിയുന്നല്ലാണ്ട് ഒരാൾക്കും സന്ദീപ് വാര്യനെ പറ്റി ഒന്നും അറിയില്ല. സന്ദീപ് വാര്യർ ഒന്നുമല്ല, അയാൾ അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പാലക്കാട് BJP-ക്ക് എന്തെങ്കിലും ഒരു സംഭാവന ആളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്? ഒന്നും സംഭവിച്ചില്ല. എൻ്റെ സമുദായമാണ് സന്ദീപ് വാര്യർ. ആ കാരണം കൊണ്ട് എനിക്ക് സന്ദീപ് വാര്യനെ 3 മാസം ജന TV-യിൽ വന്ന ആളാണ് സന്ദീപ് വാര്യർ. ഞാൻ മൂത്താന്തര അമ്പലത്തിൽ വന്ന് 3 മണിക്കൂർ സംസാരിച്ചു. ഒരു ഓഫീസിൽ അയാൾ ഇരുത്തി. അയാൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയണം. അത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ സന്ധ്യ വാര്യർ പോയത് കാരണം കൊണ്ട് നമ്മുടെ BJP-ക്ക് ഒന്നും സംഭവിക്കുമില്ല. ഒരാൾ പാലക്കാടിലെ നമ്മുടെ ഒരു സമുദായത്തിലെ ഒരു മെമ്പറെ BJP-യിൽ നിന്ന് വിട്ടുപോയി. ഇന്ന് അയാൾ എന്താണ് സ്ഥിതി അതുപോലെ ആയിരിക്കും ഇന്ന് സന്ധ്യ വാര്യർ വീട്ടിലൊരു ചെയറിട്ട് വീട്ടിൽ ഉമ്മർത്ത് ഇന്ന് ഇരിക്കാൻ പറ്റും. പല ആൾക്കാരും ഡൊണേഷൻ വരും. ആ ഡൊണേഷൻ കൊടുത്താൽ അത് അവസാനിക്കേണ്ടി വരും. ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് ഒരു വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. എത്രത്തോളം വലിയ പ്രതീക്ഷയുണ്ട് ഇവിടെ? 100% സംഘത്തിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാ പ്രവർത്തകരും അടിത്തട്ട് മുതൽ എല്ലാ പ്രവർത്തകരും തന്നെ ആക്റ്റീവായിട്ട് നമ്മുടെ താമര അടയാളത്തിൽ കൃഷ്ണകുമാർജിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലം എന്തായാലും 23-ാം തീയതി ഇലക്ഷൻ തുറക്കും. വോട്ട് റിസൾട്ട് വരുമ്പോൾ 100% ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് പോകുന്നു വരുന്നു എന്നുള്ള വിഷയമല്ല. ഇവിടെ പ്രവർത്തകരെ ആര് പോണു, നീ വന്നാൽ നിന്റെ ഒപ്പം, ഇല്ലെങ്കിൽ നീ ഇല്ലാതെ, അങ്ങനെയാണ് ഞങ്ങളുടെ സംഘടന പോകാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആരുടെ ഇവിടെ വ്യക്തിക്ക് ഒരു താല്പര്യമില്ല, പ്രസ്ഥാനത്തിന് മാത്രമേ ഒരു മുൻഗണന കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്. അത് നമ്മുടെ ഓരോ അടിത്തട്ടിലുള്ള ഓരോ സംഘപ്രവർത്തകനും അത് അറിയാവുന്ന കാര്യവും തന്നെയാണ്. വർഗീയതക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നു, UDF സ്ഥാനാർത്ഥി. അതിനോട് എന്താണ് പറയാനുള്ളത്? വർഗീയത ഈ ഡയലോഗ് അടിച്ചുകൊണ്ട് തന്നെ ഉള്ള SDPIന്റെയും എല്ലാവരുടെയും കുത്തിക്കൊല്ലുന്ന PFI-കാരന്റെയും വോട്ട് വേണ്ടാന്ന് പറയാൻ അവൻ തയ്യാറായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം അത് എത്ര ചാനൽ ചർച്ചകളിൽ എത്ര പേര് ചോദിച്ചാലും ആ ഒരു കാര്യത്തിൽ മാത്രം പറയുന്നില്ല. അത് മതേതരത്തെ വോട്ട് വേണ്ട, മതേതരത്തെ വോട്ട് വേണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ SDPIന്റെ PFIന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാനുള്ള ചങ്കൂറ്റം രാഹുൽ മാങ്കൂട്ടത്തിനല്ല, VD സതീശനടക്കമില്ല. നമസ്കാരം. ചേട്ടാ, പാലക്കാട് എത്രത്തോളം പ്രതീക്ഷകളുണ്ട്? നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തകരുടെ ആവേശമാണ് ഈ ഇതിൽ കാണുന്നത് ഈ നിമിഷം വരെ. LDF-ന്റെ സ്ഥാനാർത്ഥി സരീൻ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് എതിർപ്പുള്ള ആളുകൾ, CPM-ന്റെ ഉള്ളിലുള്ള ആളുകൾ, അങ്ങനെ ഒരു പരസ്യ പ്രചരണമുണ്ട്. ആ ഒരു വിഷയത്തിൽ ഈ സരീനോട് എതിർപ്പുള്ള ആളുകൾ UDF വോട്ട് ചെയ്യുമോ, BJP വോട്ട് ചെയ്യുമോ? അത് അവരുടെ ഇതാണ്. എന്തായാലും 100% ഞങ്ങൾക്ക് 100% ഇവിടെ താമര വിരിയും. നമ്മുടെ പാലക്കാട് C. കൃഷ്ണകുമാർ വിജയിക്കും, 100% ഉറപ്പാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു സ്വാധീനം മറ്റ് പഞ്ചായത്തുകളിൽ BJP കൊണ്ടുവന്ന് താങ്കൾ മൊത്തത്തിലുള്ള ഒരു റിസൾട്ട് കഴിഞ്ഞ വട്ടങ്ങളിൽ നോക്കുന്ന സമയത്ത് അത് പലപ്പോഴും കുറവായിരുന്നു ആ ഒരു പഞ്ചായത്തുകൾ. ഇത്തവണ എങ്ങനെയാണ് അവിടെ? ഇപ്രാവശ്യം നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ്. പഞ്ചായത്തുകളും ഞങ്ങൾ മുന്നിട്ട് വരും ഉറപ്പായിട്ടും. ശക്തി കേന്ദ്രങ്ങൾ അവിടെയും നല്ല മുന്നിട്ട് വരും. നല്ല രീതിയിലുള്ള സംഘടന വർക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.